ഇടപ്പള്ളി പള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ജോർജ് ഫെറോന ചർച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മനോഹരമായ പള്ളികളിൽ ഒന്നാണ്. വിശുദ്ധ ഗീവർഗീസ് പുണ്യാളന്റെ നാമത്തിൽ ഇടപ്പള്ളിയിൽ AD 593 ഈ ക്രിസ്തീയ ദേവാലയം സ്ഥാപിക്കപ്പെട്ടത്. ഇവിടെ ഏറ്റവും ഗംഭീരമായി നടക്കുന്ന ആഘോഷമാണ് ഇടപ്പള്ളി പള്ളിപ്പെരുന്നാൾ. കോഴി നേർച്ച, പട്ടണ പ്രദക്ഷിണം, അമ്പ് നേർച്ച, വൻ വ്യാപാരമേള തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. പള്ളിയോട് ചേർന്നുള്ള കിണറ്റിലെ വെള്ളത്തിന് അത്ഭുതകരമായ ശക്തിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭക്തർ ഈ വെള്ളം കുടിക്കുകയും തലയും മുഖവും കഴുകുകയും ചെയ്യുന്നതിലൂടെ രോഗശാന്തി ഉറപ്പാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കിണറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, വർഷം മുഴുവനും കിണറ്റിലെ ജലനിരപ്പ് ഭൂമിയിൽ നിന്ന് 2 മീറ്റർ താഴെയായിരിക്കും എന്നതാണ്. AD 1-ാം നൂറ്റാണ്ടിൽ തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ച 7 പള്ളികൾക്ക് ശേഷം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ ഒന്നായി ഇത് കാണപ്പെടുന്നു. ചരിത്ര പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ ഇടപ്പള്ളി സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിലെ വിശുദ്ധ ഗീവർഗീസ് സഹദായിയുടെ തിരുനാളിന് ഏപ്രിൽ 25-നാണ് കൊടിയേറുന്നത്. 21 ദിവസം നീണ്ട തിരുനാളിന് മെയ് 15-നാണ് കൊടിയിറങ്ങുക. കൊച്ചിയിലെ ഇടപ്പള്ളി പള്ളിയിലെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു വമ്പൻ ആഘോഷം തന്നെയാണ്. പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ കൊല്ലത്തെയും പോലെ ഒട്ടനവധി ചെറുകിട കച്ചവടങ്ങളും ലൈറ്റ് അറേഞ്ച്മെന്റ്സും പലതരത്തിലുള്ള വാദ്യമേളങ്ങളും ഉണ്ടായിരുന്നു. അതെ, രുചികരമായ കരിമ്പിൻ ജ്യൂസ് കുടിക്കുവാൻ നിങ്ങൾ ഏവരെയും ക്ഷണിക്കുന്നു. ഗർഭകാലം ക്ഷീണം അകറ്റുവാനും പ്രമേഹ രോഗികൾക്ക് കുടിക്കുവാൻ പറ്റിയ ഒരു മധുര പാനീയം കൂടിയാണിത്. തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉള്ളപ്പോഴും ചുമ ഉള്ളപ്പോഴും ഈ പാനീയം പണ്ട് പെരുന്നാളിന് പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവിടെയുള്ള കടകളും കളിപ്പാട്ടങ്ങളുമായിരുന്നു. ഇത്തവണ നോക്കി നടന്നത് 90s കിഡ്സ് എല്ലാവരും ഒരിക്കലെങ്കിലും മേടിച്ചിട്ടുണ്ടാകുന്ന എണ്ണയൊഴിച്ച് കത്തിച്ച് വെള്ളത്തിൽ ഓടിക്കുന്ന ഒരു ബോട്ടിനായിരുന്നു. കുറേ കടകളിൽ കയറി ഇറങ്ങിയെങ്കിലും അവസാനം അത് കിട്ടി. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഉടൻ വരുന്നതായിരിക്കും. ദിവ്യശക്തികളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടപ്പള്ളി പുണ്യാളന്റെ തിരുസ്വരൂപം ഈ സമയത്താണ് പുറത്തെടുക്കുന്നത്. എഴുന്നള്ളത്ത് ചന്തകളിൽ ചുറ്റി മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. പാമ്പുകടി ഏൽക്കുന്നതിൽ നിന്ന് ആളുകളെ സംരക്ഷിക്കുന്ന വിശുദ്ധനായി സെന്റ് ജോർജിനെ കണക്കാക്കുന്നു. കോഴിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ചിലർ വഴിപാടിനായി വളർത്തുന്ന കോഴിയെ പള്ളിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് പാചകം ചെയ്ത് കഴിക്കുകയും മറ്റു ചിലർ സമർപ്പിച്ച കോഴിയെ ലേലം ചെയ്യുന്നിടത്ത് നിന്ന് മേടിച്ച് പാചകം ചെയ്ത് കഴിക്കുകയും ചെയ്യുന്നു. പള്ളിയുടെ അടുത്തുള്ള ഗ്രൗണ്ടിലാണ് ഈ സമർപ്പിച്ച കോഴിയെ പാചകം ചെയ്ത് കഴിക്കുന്നത്. ഇതിനായി ഒട്ടനവധി സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട്. കുടുംബത്തോടെയും കൂട്ടുകാരുമായി ആളുകൾ വന്ന് വളരെ ആഘോഷത്തോടെയാണ് അവർ കോഴിയെ ക്ലീൻ ചെയ്യുന്നതും കറി വയ്ക്കുന്നതും. പഴമക്കാർ പറഞ്ഞു തന്ന കഥകളാണ് ഇവയെല്ലാം. സത്യമായാലും മിഥ്യയായാലും പുണ്യാളന് ഇപ്പോഴും രക്ഷകന്റെ സ്ഥാനമാണ് വിശ്വാസികൾക്കിടയിൽ. 2025 പെരുന്നാൾ മെയ് 3-4 തീയതികളിൽ അതിഗംഭീരമായി ആഘോഷിച്ചു. ഇടപ്പള്ളി പള്ളിയിലെ പുണ്യാളന്റെ വിശ്വാസത്തിന് അതിരുകളില്ല. അതുകൊണ്ടാണ് മതഭേദമില്ലാതെ ഇപ്പോഴും വിശ്വാസികൾ ഇങ്ങോട്ടൊഴുകുന്നത്.